നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിൽ രണ്ടാം പ്രതി രാഹുലിന്റെ സുഹൃത്തുമായ ജോബി ജോസഫ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. യുവതിക്ക് ഗർഭഛിദ്രത്തിനുള്ള മരുന്ന് എത്തിച്ചത് ജോബി ജോസ് ആണ് എന്നായിരുന്നു പരാതിക്കാരി ഉന്നയിച്ചത്. ഈ പരാതിക്കാരി ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് മരുന്ന് എത്തിച്ചതെന്നാണ് ജോബിയുടെ വാദം. മരുന്നുകളുടെ ഗുരുതര സ്വഭാവത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും ജോബി ഹർജിയിൽ പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച ചാറ്റുകളും കോടതിയിൽ ഹാജരാക്കി. ഹർജിയിൽ ഇന്ന് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കും. കേസിൽ രണ്ടാം പ്രതിയാണ് ജോബി ജോസഫ്. രാഹുൽ ഒളിവിൽ പോയ അതേ ദിവസം തന്നെയാണ് ജോബി ജോസഫ് ഒളിവിൽ പോയത്. ഇതുവരെയും പോലീസിന് അദ്ദേഹത്തെ കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഗർഭഛിദ്ര മരുന്ന് എത്തിച്ചു എന്നുള്ളത് അദ്ദേഹം നിഷേധിക്കുന്നില്ല. ജോബി ജോസഫിനെ രണ്ടാം പ്രതിയാക്കി പോലീസ് കേസെടുക്കുകയായിരുന്നു. ഈ മരുന്ന് കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടത് യുവതിയാണ്. എന്ത് തരത്തിലുള്ള മരുന്നാണെന്ന് പോലും തനിക്ക് അറിവില്ലായിരുന്നു. വ്യാജമായിട്ടാണ് തന്നെ കേസിൽ പ്രതിയാക്കിയതെന്നാണ് ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ അദ്ദേഹം പറയുന്നത്. ഇന്ന് തന്നെ മുൻകൂർ ജാമ്യ ഹർജി കോടതി പരിഗണിക്കും. ഒരുപക്ഷെ കോടതി അറസ്റ്റ് തടയാതിരിക്കുകയോ അല്ലെങ്കിൽ ജാമ്യം തള്ളുകയോ ചെയ്താൽ അതിവേഗം ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യാൻ തന്നെയാണ് നീക്കം. ഗർഭധാരണത്തിന് നിർബന്ധിച്ചുവെന്നും പിന്നീട് അശാസ്ത്രീയമായി ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചുവെന്നുമാണ് ഇത്തരത്തിൽ പോലീസ് റിപ്പോർട്ട് നൽകിയത് പോലും. രാഹുൽ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയെന്ന യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതും പിന്നീട് നെയ്യാറ്റിങ്കര JFCM 7 കോടതിയിൽ പരാതിക്കാരുടെ രഹസ്യമൊഴിയടക്കം രേഖപ്പെടുത്തിയതും. തിരുവനന്തപുരത്തെ ഒരു ഫ്ളാറ്റിൽ വെച്ച് 2 തവണ പിന്നീട് പാലക്കാട് വെച്ചും ബലാത്സംഗം ചെയ്തുവെന്നൊക്കെയാണ് മൊഴിയിലായി പറഞ്ഞത്. തുടർന്ന് ബലാത്സംഗ ദൃശ്യങ്ങൾ രാഹുൽ ഫോണിൽ ചിത്രീകരിച്ചുവെന്നും പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഈ പെൺകുട്ടിയുടെ പരാതിയിൽ പറഞ്ഞിരുന്നു. പാലക്കാട്ടെ ഫ്ളാറ്റിലേക്ക് യുവതിയെ വിളിച്ചു വരുത്തി ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തുവെന്നും പിന്നീട് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും പറഞ്ഞിരുന്നു. തുടർന്ന് യുവതി ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെ ഭീഷണി കൂടുതൽ രൂക്ഷമാവുകയും രാഹുൽ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചുവെന്നുമാണ് യുവതി പറയുന്നത്. തുടർന്ന് ഗർഭഛിദ്രത്തിലുള്ള ഗുളിക യുവതിക്ക് എത്തിച്ചു നൽകിയത് രാഹുലിന്റെ സുഹൃത്തായ ജോബി ജോസഫ് ആണെന്നും ഈ മൊഴിയിൽ പറഞ്ഞിരുന്നു. തുടർന്നാണ് ഇയാളെ കേസിൽ പ്രതിയാക്കിയത്. ആദ്യത്തെ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി തിങ്കളാഴ്ചയാണ് വിധി പറയുന്നത്. ഇത് നിർണായകമാണ്. നിലവിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് നീട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ആദ്യ കേസിൽ ജാമ്യം തള്ളുകയോ ചെയ്താൽ പോലീസിന് രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താൻ സാധിക്കും. എന്നാൽ അതുവരെ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്താലും ജാമ്യത്തിൽ വിടണമെന്ന കോടതി ഉത്തരവ് അദ്ദേഹത്തിന് താൽക്കാലിക സുരക്ഷ നൽകുന്നുണ്ട്. ഈ നിയമ പോരാട്ടങ്ങൾക്കിടയിൽ രാഹുൽ ഇന്ന് വോട്ട് രേഖപ്പെടുത്തുവാൻ എത്തുന്നത് രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധേയമാവുകയും ചെയ്യും. എന്നാൽ ഹൈക്കോടതി വിധി പറയാനിരിക്കെ അതിജീവിതയ്ക്കെതിരായ മൊഴി വളരെ നിർണായകമാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. ഒരു ജനപ്രതിനിധിക്കെതിരെ ലൈംഗിക ആരോപണം ഉയർന്നിട്ടും വസ്തുതകൾ പൂർണ്ണമായി പരിഗണിക്കാതെയാണ് ജാമ്യം അനുവദിച്ചതെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രധാന വാദം. സമൂഹത്തിൽ മാതൃകാപരമായി പെരുമാറേണ്ട ഒരു MLA-ക്കെതിരെയാണ് ഈ പരാതി. ഈ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് ജാമ്യം അനുവദിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ.